അസ്സലാമു നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. ചിക്കനോ മട്ടനോ ബീഫോ ഒന്നും തന്നെ ഇല്ലെങ്കിലും നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തേങ്ങാ ബിരിയാണിയാണിത്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല കിഡിലൻ ഒരു ബിരിയാണിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 15ഓളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിലെ മല്ലിയാണ്. മല്ലി നമ്മളൊന്ന് വറുത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 5 അല്ലി വെളുത്തുള്ളിയും ഈ ഒരു വലിപ്പമുള്ള ഒരു ഇഞ്ചിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് വറ്റൽമുളകാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 8 ചെറിയ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ നമ്മളൊരു 6 എണ്ണം വരെ എടുത്താൽ മതി. ഈ വറ്റൽമുളക് നമ്മളൊരു 10 മിനിറ്റ് മുമ്പേ വെള്ളത്തിലൊന്ന് കുതിരാൻ വെച്ചിരുന്നതാണ്. അപ്പോൾ ഈ വറ്റൽമുളകും കൂടെ ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ്. അപ്പോൾ ഈ തേങ്ങയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിവിടെ നല്ല ഫൈനായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് ഒരു 2 കപ്പ് ബസ്മതി റൈസ് ആണ്. അപ്പോൾ ഒരു 2 കപ്പ് അരിയും കൂടെ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഈ അരി ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. കാഷ്യൂനട്ട് ഇതുപോലെ ഒന്ന് കളർ മാറി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് രണ്ടും ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിൽ നിന്ന് അങ്ങെടുത്ത് മാറ്റിയേക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം വലിപ്പമുള്ള ഒരു സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഈ ഒരു സവാളയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ സവാള ഇവിടെ നിന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്ക് നമുക്കങ്ങ് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ഈ ഒരു വലിപ്പമുള്ള 2 കറുവപ്പട്ട എടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു 4 ഗ്രാമ്പും ഒരു 2 തക്കോലും എടുത്തിട്ടുണ്ട്. ഒരു 4 ഏലക്കായും ഒരു 2 ബേ ലീവ്സും ഉണ്ട്. ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ ഒരു തേങ്ങയാണ്. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ ബിരിയാണി മസാലയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബിരിയാണി മസാല വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഹൈദരാബാദി ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റോളം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങയുടെ ആണെങ്കിലും ഒരു പച്ച ചൊവയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിരുന്ന അരിയാണ്. ഒരു 10 മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്തിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ടെടുത്തിരിക്കുന്നതാണിത്. അപ്പോൾ ഈ ഒരു അരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അരിയും കൂടി ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമാണ്. വെള്ളം നമുക്ക് ഇളം ചൂടുവെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നൊരു കണക്കിനാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 4 കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പുതിനയിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ സ്വല്പം ഒന്ന് മുന്നിട്ട് നിൽക്കണം, സ്വല്പം മാത്രം കേട്ടോ, എങ്കിലും ലാസ്റ്റ് നമുക്ക് ചോറിന് ആ ഒരു കറക്റ്റ് ഉപ്പ് കിട്ടത്തുള്ളൂ.
കൂടാതെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ നമുക്ക് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഈ ചോറൊന്ന് വേവിച്ചിട്ടെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ നിന്ന് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് മുതൽ ഒരു 12 മിനിറ്റ് വരെയാണ് നമ്മുടെ ഇതൊരു കുക്കിംഗ് ടൈം. നമ്മളെടുക്കുന്ന അരിയുടെ ഒരു വേവ് അനുസരിച്ചിരിക്കും അത് വേകാൻ എടുക്കുന്ന ഒരു സമയവും. ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതൊരു 12 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. അരിയാണെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്കിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സവാള ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു കാഷ്നട്ടും ഈ മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വളരെ എളുപ്പത്തിൽ നല്ല രുചിയോട് കൂടിയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ സ്പെഷ്യലായിട്ട് ഒരു കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഒരു സലാഡും ഒരു അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ തന്നെ നല്ല രുചിയാണ്. അപ്പോൾ തേങ്ങ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ബിരിയാണി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉറപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ അറിയിക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് നല്ലൊരു വിഭവമായിട്ട് കാണാം.